ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളെ മുഖം നിറം വെക്കാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ രാത്രി കിടക്കുന്നതിൻ്റെ മുന്നേ ഈ ഒരു ക്രീം ദിവസവും തേച്ചിട്ട് കിടക്കുക എന്നാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളെ മുഖത്ത് കാര്യമായിട്ടുള്ള ഒരു മാറ്റം തന്നെ കാണാൻ വേണ്ടിയിട്ട് നിങ്ങളെ സഹായിക്കും കേട്ടോ. ഒരുപാട് ക്രീമുകൾ ഞാൻ ഇതേപോലെ ഇട്ടിട്ടുണ്ട്, അതിന് ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടിയിട്ടുമുണ്ട്. അപ്പോൾ വീട്ടിലുള്ള വളരെ കുറച്ച് ചേരുവകൾ ഉപയോഗിച്ച് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി നൈറ്റ് ക്രീമാണിത്. ഇപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാമെന്നുള്ള നമുക്ക് വീഡിയോ കാണാം. വീഡിയോയിലേക്ക് പോകുന്നതിന് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് നമ്മുടെ പൊട്ടാറ്റോ, അതായത് ഉരുളക്കിഴങ്ങ് തൊലിയെല്ലാം കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയതാണ്. പിന്നെ വേണ്ടത് നമുക്ക് കക്കിരിക്കയാണ് കേട്ടോ, വെള്ളരിക്കയല്ല. കക്കിരിക്ക എന്ന് പറഞ്ഞാൽ നമ്മളെ കുക്കുംബർ അതായത് നമ്മൾ സാലഡിൽ യൂസ് ചെയ്യുന്ന സാധനമാണ് ഈ കക്കിരിക്ക എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ വെള്ളരിക്ക എന്ന് പറയുന്നത് നമ്മൾ കറിയിലെല്ലാം ഉപയോഗിക്കുന്നത്. ഇതിപ്പോൾ കുറച്ച് മെലിഞ്ഞ സൈസാണല്ലോ, അത് കുറച്ച് തടിച്ച് ഉരുണ്ട സൈസാണ്. അതിന് ഏകദേശം ഇതേപോലെ പച്ച കളറെല്ലാം ഉണ്ടാകുക, ഏകദേശം ഒരു യെലോയിഷ് കളറാണ് ഉണ്ടാകുക. അപ്പോൾ അത് രണ്ടും നിങ്ങൾ മനസ്സിലാക്കണം. കാരണം ഒരുപാട് കമൻറ്റ്സ് എനിക്ക് വരുന്നുണ്ട്. ഞാനിത് കക്കിരിക്ക എന്ന് പറയുന്നത് ചിലർ കത്രിക്ക എന്നാണ് കേൾക്കുന്നത്. കത്രിക്ക എന്ന് പറഞ്ഞാൽ ബ്രിഞ്ചളാണ്, കക്കിരിക്കയും എല്ലാം ഇത് കക്കിരിക്കയാണ്. ഇത് സംഭവം വെള്ളരിക്കയല്ല. ഞാൻ ഇത് കക്കിരിക്ക എന്ന് പറയുമ്പോൾ ഇത് വെള്ളരിക്കയല്ലേ എന്നാണ് ചിലർ ചോദിക്കുന്നത്. അതേപോലെ കക്കിരിക്ക എന്ന് പറയുമ്പോൾ ഇത് കത്രിക്കയല്ലേ എന്നാണ് ചിലർ ചോദിക്കുന്നത്. അപ്പോൾ ചില നാട്ടിൽ ഈ കക്കിരിക്കക്ക് വെള്ളരിക്ക എന്നും പറയുന്നുണ്ട്. പക്ഷേ വെള്ളരിക്ക എന്ന് പറയുന്നത് നമ്മൾ കറിയിൽ യൂസ് ചെയ്യുന്ന വേറെ തന്നെ ഒരു വെജിറ്റബിളാണ്. ഇത് നമ്മൾ സാലഡായിട്ട് ഉപയോഗിക്കുന്നതാണ്, ഇത് കറിയിൽ നമ്മൾ ഇടാറില്ല. അപ്പോൾ അത് ഞാൻ പ്രത്യേകം പറഞ്ഞത് വീഡിയോ ലാഗ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല. അത് ഒരുപാട് കമൻറ്റ്സ് വരുന്നതാണ്. കത്രിക്കയാണോ കക്കിരിക്കയാണോ വെള്ളരിക്കയാണോ, ഇത് മൂന്ന് സാധനമാണ് കേട്ടോ, അതെല്ലാവരും മനസ്സിലാക്കുക. ഇനി ഇത് തൊലിയെല്ലാം കളഞ്ഞ് കഴുകി വൃത്തിയാക്കി കൊണ്ടുവരാം. അതിനുശേഷം ഇതേപോലെ ഒരു സ്ക്രാപ്പർ ഉപയോഗിച്ചിട്ട് നമുക്കിതൊന്ന് ചിരകിയെടുക്കാം. ഇതിങ്ങനെ ചിരകിയെടുത്താൽ നമുക്ക് എക്സ്ട്രാ ശരിക്കും അതിൻ്റെ നീര് പിഴിഞ്ഞാൽ, ജസ്റ്റ് കൈകൊണ്ട് പിഴിഞ്ഞാൽ തന്നെ നമുക്ക് കിട്ടും. ഇനി നിങ്ങളുടെ അടുത്ത് ഇങ്ങനത്തെ സാധനം ഇല്ലയെന്നുണ്ടെങ്കിൽ മിക്സിയുടെ ജാറിൽ വെള്ളമൊന്നും ഇല്ലാണ്ട് ജസ്റ്റ് അടിച്ചെടുത്ത് ഇതിൻ്റെ നീരൊന്ന് പിഴിഞ്ഞെടുത്താൽ മാത്രം മതി. അപ്പോൾ ഇത് കണ്ടോ, ഒരു അരിപ്പയിൽ കൂടെ ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ തന്നെ നന്നായിട്ട് അതിൻ്റെ നീര് കിട്ടും നമുക്ക് കക്കിരിക്കയുടെ. ഇത് വെള്ളരിക്കയല്ലേ, കക്കിരിക്കയാണേ. അതേപോലെ കത്രിക്കുമല്ല, കക്കിരിക്ക. അപ്പോൾ ഇത് നന്നായിട്ട് ഞാൻ ഒരു 4 ടേബിൾ സ്പൂണോളം നീര് നമുക്ക് കിട്ടിയിട്ടുണ്ടാവും. ഇനി നമുക്ക് നമ്മുടെ പൊട്ടാറ്റോയും കൂടി ഇതേപോലെ തന്നെ ചിരകിയെടുക്കാം. പൊട്ടാറ്റോ പുഴുങ്ങിയൊന്നും ചെയ്തിട്ടില്ല കേട്ടോ, അതും ചോദിക്കാറുണ്ട് പുഴുങ്ങിയതാണോ എന്ന്. പുഴുങ്ങിയാൽ നമുക്ക് ഇതേപോലെ നീര് കിട്ടൂല. അപ്പോൾ അതിൻ്റെ നീര് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 2 ടേബിൾ സ്പൂണോളം കുക്കുംബർ ജ്യൂസ് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അതേപോലെ തന്നെ 2 ടേബിൾ സ്പൂണോളം പൊട്ടാറ്റോ ജ്യൂസും നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം 1 ടേബിൾ സ്പൂണോളം അലോവേര ജെല്ല് ഇടുക, 1 ടേബിൾ സ്പൂണോളം ഗ്ലിസറിനും. ആദ്യം ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. അലോവേര ജെല്ല് നമുക്ക് കുറച്ചും കൂടി ആവശ്യമായിട്ടുണ്ട്. ആദ്യം ഇതുപോലൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നമ്മൾ അലോവേര ജെല്ല് ഇടുന്നതിനനുസരിച്ചിട്ട് ഇതിൻ്റെ ക്രീമി കൺസിസ്റ്റൻസി കൂടി വരും. ആദ്യം ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഞാൻ രണ്ടാമത് 1 ടേബിൾ സ്പൂണും കൂടിയും അലോവേര ജെല്ലിട്ടിട്ട് മിക്സ് ചെയ്യുന്നതാണ്. ഒരുപാട് പേര് ചോദിക്കാറുണ്ട്, നിങ്ങൾ ക്രീം ആക്കുന്ന സമയത്ത് നമുക്കങ്ങനെ ക്രീമായിട്ട് കിട്ടുന്നില്ല, വെള്ളം പോലെ തന്നെയാണ് വരുന്നത്. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എടുക്കുന്ന ഈ ഒരു, അതായത് കുക്കുംബർ ജ്യൂസും പൊട്ടാറ്റോ ജ്യൂസിൻ്റെ അളവും അതേപോലെ അലോവേര ജെല്ലിൻ്റെ അളവും തെറ്റായി പോകുന്നത് കൊണ്ടാണ്. അതായത് നമ്മൾ എടുത്ത ആ ഒരു ഇതിനനുസരിച്ചിട്ടുള്ള അലോവേര ജെല്ല് ഇട്ട് കൊടുത്താൽ മാത്രമേ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടൂ. അപ്പോൾ ഇതാ ഈ ഒരു ക്രീമി കൺസിസ്റ്റൻസി കിട്ടുന്നത് വരെ നമ്മൾ അലോവേര ജെല്ലിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കണം. ആ ബീറ്റിങ്ങിനനുസരിച്ചിട്ടാണ് ഇതൊന്ന് കട്ടിയായി വരിക കേട്ടോ. അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കുക. ഇതെല്ലാം ശ്രദ്ധിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് കറക്റ്റ് ഈ ഒരു ക്രീം കിട്ടൂ. അപ്പോൾ ഇത് നമ്മളടുത്തുള്ള ഒരു എയർ ടൈറ്റുള്ള എന്തെങ്കിലും ഒരു കണ്ടെയ്നറിൽ, ഒരു ഗ്ലാസ് ബോട്ടിൽ പോലത്തെ ചെറിയ ബോട്ടിൽ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഞാനിപ്പോൾ ഇതൊരു 5 ദിവസത്തിനുള്ളതാണ് ഉണ്ടാക്കി വെച്ചത്. ഈ 5 ദിവസത്തിൽ ഇത് പുറത്ത് തന്നെ സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി നിങ്ങളുടെ വീട്ടിൽ ഫ്രിഡ്ജ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇത് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഇതിങ്ങനെ അടച്ച് വെച്ചിട്ട് നമുക്ക് സൂക്ഷിച്ച് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. ഒരു 5 ദിവസത്തിനേക്കെല്ലാം ഇത് മതിയാവും. ഇത് രാത്രി കിടക്കുന്നതിൻ്റെ മുന്നേ നിങ്ങൾ മുഖത്ത് തേച്ച് പിടിപ്പിക്കുക. സാധാരണ നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന എന്താ പറയുക, ഈ ഫെയർ ആൻഡ് ലവ്ലി ഡോവിൻ്റെ എല്ലാം ക്രീം ഉണ്ടല്ലോ, അതെല്ലാം തേക്കുന്ന അതേപോലെ തന്നെ തേച്ച് കിടന്നാൽ മാത്രം മതി. ഇത് കണ്ണിൻ്റെ അടിയിൽ നിങ്ങൾക്ക് തേക്കുക. കണ്ണിൻ്റെ അടിയിലുള്ള കറുപ്പ് നിറം മാറാനെല്ലാം ഇത് സഹായിക്കും. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവരുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനമേ ഉള്ളൂ. പിന്നെ ഗ്ലിസറിൻ ഉണ്ടാവില്ല. ഈ ഗ്ലിസറിൻ എന്ന് പറയുന്നത് വളരെ ചീപ്പ് റേറ്റിന് നമുക്ക് കിട്ടുന്ന ഒരു സാധനമാണ്. അത് വെറുതെ ഒരു കോട്ടണിൽ ഒഴിച്ച് നിങ്ങളുടെ മുഖം ഒന്ന് തുടക്കുകയാണെങ്കിൽ പോലും നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു സാധനമാണ് ഗ്ലിസറിന്. അപ്പോൾ നിങ്ങൾ ഈ സ്കിൻ വൈറ്റനിങ്ങിന് ആഗ്രഹിക്കുന്നതും സ്കിൻ കെയർ ഒരുപാട് നോക്കുന്നവരൊക്കെ ആണെങ്കിൽ ഈ ഗ്ലിസറിനെല്ലാം അത്യാവശ്യം വാങ്ങി വെക്കുന്നത് നന്നായിരിക്കും കേട്ടോ. നിങ്ങളുടെ ഫേസിന് നല്ലതാണ് ഗ്ലിസറിൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ക്രീം എന്ന് പറയുന്നത്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കുക.
ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. കാണാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ക്രീം ആയിക്കോട്ടെ, ഫേസ് പാക്ക് ആയിക്കോട്ടെ, സെറ ആയിക്കോട്ടെ, ബാത്തിങ് പൗഡർ ആയിക്കോട്ടെ, ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ഉണ്ട്. എല്ലാവരും ഒന്ന് കാണാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ കാണുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.